ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് വഞ്ചനയുടെ കേന്ദ്രമാ. എത്ര വഞ്ചനകളാ. ഇവിടുത്തെ മണിമാളികകൾ കാണുമ്പോ, ഇവിടുത്തെ 916 ആഭരണങ്ങൾ കാണുമ്പോ സഹോദരിമാരെ കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. ഇവിടെ ഒരുപാട് സമ്പാദ്യങ്ങൾ നീ ഒരുമിച്ച് കൂട്ടുമ്പോ ദുനിയാവ് നാളെ നിന്നെ ചതിക്കാനിരിക്കുകയാ. ഈ ദുനിയാവ് നശിക്കുന്നതാ. ഇവിടുത്തെ പണത്തിന്റെ പിടിപ്പുകൾ കാണുമ്പോ, ഇവിടുത്തെ സുഖലോലുകൾ കാണുമ്പോ, വൈവിധ്യമാർന്ന ലോകങ്ങളെ കാണുമ്പോ അത് ആസ്വദിക്കാൻ വേണ്ടി, അത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നീ സഞ്ചരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രോഗങ്ങളാണ് നിന്റെ തൊണ്ടക്കുഴിയിലെത്തി കഴിഞ്ഞ, നാളെ നിന്റെ കൂടെ നീ ഒരുമിച്ച് കൂട്ടിയ ദുനിയാവ് വരികയില്ല. അന്ന് നീ ദുനിയാവിനോട് ചോദിക്കുമെത്രേ, ദുനിയാവേ നിന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് നീയാണല്ലോ രക്ഷതരുമെന്ന് പറഞ്ഞത്, എന്റെ കൂടെ പോരാത്തത്. ഞാൻ പലതും പറയും കേട്ടോ, എന്തിനാണ് നീ അത് സ്വീകരിച്ചതെന്ന് ദുനിയാവ് നിന്നോട് കളിയാക്കിക്കൊണ്ട് പറയുമത്രേ. ദുനിയാവിന് വീണു പോയാ അതിന്റെ സുഖലോലുപതകളിൽ അമർന്നു പോയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാ. ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ കേന്ദ്രമാ. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു കുഞ്ഞിവിടേക്ക് ജനിച്ചു വരുമ്പോ ഭൗമിക ലോകത്തേക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോ അവന്റെ കരങ്ങൾ എങ്ങനെയാണെന്നറിയുമോ? അതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദര. എന്നാ അവൻ ഒരുപാട് സമ്പാദിക്കുമ്പോ അവന് കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവനും അവന്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് അവന് വിചാരിക്കുന്നത്. പക്ഷെ അവന് മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, അവന്റെ കൈകളിങ്ങനെ മലർക്കെ തുറന്നു വെച്ചിട്ടാ. സഹോദര, മയ്യത്ത് കാണുമ്പോ നീ എന്ന് നോക്കുക, ഒരിക്കലും കൈ കൂട്ടിപ്പിടിക്കാൻ കഴിയില്ല. അവന്റെ കൈകളിങ്ങനെ മലർക്കെ തുറന്നിരിക്കുമ്പോ അവന്റെ വിചാരം എന്താണെന്നറിയുമോ? എത്രയാണ് ഞാനിവിടെ ഒരുമിച്ച് കൂട്ടിയത്. ദുനിയാവിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ കൂട്ടി, ഒരുപാട് സന്താനങ്ങളെ ഞാൻ ഉണ്ടാക്കി. പക്ഷേ ഇതിലൊന്നുപോലും കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഖേദിക്കേണ്ട അവസ്ഥയാണ്. എന്ന് പറഞ്ഞാ ദുനിയാവ് നാളെ നിന്നെ വഞ്ചിക്കുന്നതാ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.